ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ ഒരു മഹത്തായ ഈദ് അറബിൻ്റെ വേദിയിൽ ഉമ്മ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം, ഉമ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ പാഠശാലയാണ്. അവൻ അക്ഷരങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, അവൻ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് മുമ്പ് അവൻ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഉമ്മയിൽ നിന്നാണ്. നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും പ്രധാനമായി പങ്കുവഹിക്കുന്നത് നമ്മുടെ ഉമ്മമാർ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുക. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു സഹാബി ചോദിക്കാറുണ്ടായി, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, നീ എൻ്റെ ഉമ്മയോടാണ്. രണ്ടാമത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഉമ്മയോടാണ്. മൂന്നാമതും ചോദിച്ചപ്പോൾ ഉമ്മയോടാണ്. അത്രത്തോളം ഉമ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരം പറ്റി നിൽക്കുന്നതാണ് ഉമ്മയോടുള്ള സ്നേഹം. അത് നമ്മുടെ മനസ്സാന്തരങ്ങളിൽ നിറകലിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നമ്മെ നൊന്ത് പെറ്റതവരാണ്. 10 മാസക്കാലം ചുമന്നു നടന്നതവരാണ്. പരിശുദ്ധ ഖുർആൻ ഇതിനെ പറ്റി പറയുന്നത് പ്രയാസത്തിന് മേലുള്ള പ്രയാസം എന്നാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, 1 മാസക്കാലം അല്ലെങ്കിൽ 10 മാസക്കാലം നമ്മെ ചുമന്ന് നടന്ന് പിന്നെ 2 കൊല്ലത്തോളം നമ്മൾ രാത്രികാലങ്ങളിൽ കരയുമ്പോൾ നമുക്ക് മുലപ്പാൽ നൽകി, അല്ലെങ്കിൽ നമ്മൾ വേദനിച്ച് കരയുമ്പോൾ നമ്മുടെ ഓരോ ഉറക്കവും ഓരോ ഉണർച്ചയും കണ്ടറിഞ്ഞ് പോറ്റി വളർത്തിയവരാണ് നമ്മുടെ ഉമ്മമാർ. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും മക്കളാകുന്ന നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാർക്ക് ഒരു പുല്ലുവിലയും പോലും നൽകാത്ത ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഉമ്മമാരെ വൃദ്ധസദനങ്ങളിലാക്കുന്ന കാലഘട്ടത്തിൽ, ഉമ്മമാരെ കുത്തിനോയിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ആ ഗണത്തിൽ പെട്ടു പോവരുത്. നമ്മൾ ഉമ്മമാർക്ക് പറ്റാത്ത ഒരു പ്രവൃത്തി പോലും, അല്ലെങ്കിൽ ഒരു ആംഗ്യം പോലും, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.